നമസ്കാരം. പിണറായി വിജയനെതിരെ ഇഡിയെ വെച്ച് UDF-ഉം BJP-യും നടത്തുന്ന രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ ഇപ്പതാ കേരളത്തില് മാത്രമുള്ള ആളുകളല്ല, രാജ്യത്തുടനീളമുള്ള ആളുകൾ ശബ്ദമുയർത്തുകയാണ്. പ്രധാനപ്പെട്ട പല നേതാക്കളും MK സ്റ്റാലിൻ, മമതാ ബാനർജി അതുപോലുള്ള നട്ടലുള്ള നേതാക്കളൊക്കെ ഇഡിക്കെതിരെ, UDF-നെതിരെ, BJP-ക്കെതിരെ രംഗത്തേക്ക് വരികയാണ്. എന്തായാലും നമുക്ക് ഇവിടെ റിയൽ CJP-യെ തിരിച്ചറിയാൻ കഴിയുകയാണ്. മാത്രവുമല്ല, പിണറായി വിജയനെതിരെ നടത്തുന്ന ഈ ഇഡി വേട്ടയ്ക്കെതിരെ സംസാരം ഉയർത്തുന്ന, ശബ്ദമുയർത്തുന്ന ആളുകൾക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ വേണ്ടി വരുന്നത് ആരാണ്? താമര കൈയാണ്. UDF-ന്റെയും BJP-യുടെയും സൈബർ വെട്ടുക്കിളികൾ ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അവിടെ നമ്മൾ ഇവരുടെ ഡീലുകൾ മനസ്സിലാക്കുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇനി അങ്ങോട്ടേക്ക് BJP-യും CPM-ഉം തമ്മിൽ ഡീലാണ് എന്ന രീതിയിലുള്ള UDF-ന്റെ തന്ത്രങ്ങളൊന്നും തന്നെ ഫലിക്കില്ല. യഥാർത്ഥ ഡീൽ ആര് തമ്മിലായിരുന്നു എന്നതായി ഒരൊറ്റ സംഭവം കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. മേനോൻ മുഖ്യമന്ത്രി എന്തായാലും വേറെ ലെവലാണ് എന്നിപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട്, അമിത്ഷായെ കണ്ട ഉടനെ തന്നെ ഇവിടെ ഒരു ഇഡി അന്വേഷണം വരണമെങ്കിൽ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നൊന്നും പറഞ്ഞ് കളയല്ലേ. ഈ നാട്ടിലെ ജനങ്ങൾ ചിരിക്കും, കാരണം അവരും കഴിക്കുന്ന അരിയാഹാരമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ചില പ്രതികരണങ്ങൾ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ നോക്കിയപ്പോ ഒരു പ്രതികരണം കണ്ടാണ് കേട്ടോ. എങ്ങനെയാണ് അത് കിടക്കുന്നത്? നിങ്ങളാൽ കൂട്ടിയാൽ കൂടുമോ എന്ന് നോക്ക്. ഇതുവരെ ഇഡി വക കിഫ്ബി മസാല ബോണ്ട് കേസ്, CMRL എക്സാലോജിക് ഇടപാട്, ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത് കേസുകൾ, CBI വക SNC ലാവലിംഗ് കേസ്, ലൈഫ് മിഷൻ കേസ്, SFIO IT വക എക്സാലോജിക് CMRL വിവാദം, കസ്റ്റംസ് വക നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ്. മൊത്തം ഇവരെല്ലാം കൂടി തന്റെ ആയുസിന്റെ പകുതിയോളം വേട്ടയാടിയിട്ട് ആയ കാലത്ത് സഖാവിന്റെയോ കുടുംബത്തിന്റെയോ രോമത്തിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയല്ലേ ഇപ്പോൾ എന്നാണ് ഇപ്പോ എല്ലാത്തിലും കാണുന്ന ഒരു കമന്റ് ആട്ടോ. ഒത്തിരി ആളുകൾ ഇത് കമന്റ് ഇട്ട് കണ്ടു. അപ്പൊ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഈ പിണറായി വിജയനെ കൂട്ടാൻ ഏതൊക്കെ രീതിയിലുള്ള ശ്രമം നടത്തി നോക്കി, ഒന്നും നടന്നില്ല. അപ്പൊ അത് അവസാനത്തെ ശ്രമം ഇഡിയെ വെച്ച് നടത്തുകയാണ് നമ്മുടെ UDF-ഉം അതുപോലെ തന്നെ BJP-യും ഒന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് MB രാജേഷിന്റെ ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് വായിക്കാം. അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? സഖാവ് പിണറായിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇഡി റെയ്ഡ് ആസൂത്രിതമായ രാഷ്ട്രീയ വേട്ടയാണ്. ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷത്തിനെതിരായി നടന്ന ആക്രമണങ്ങൾക്ക് സമാനമാണ് ഈ ആക്രമണവും. ഇത് CPM-നെയും ഇടതുപക്ഷത്തെയും ഉന്മൂലനം ചെയ്യാമെന്ന വ്യാമോഹത്തോടു കൂടിയാണ് സംഘപരിവാറും കേന്ദ്ര BJP ഗവൺമെന്റും നടത്തുന്നത്. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ തൂത്തെറിയുമെന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചത് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയാണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചതിലെ കോൺഗ്രസ് BJP ഗൂഢാലോചനയാണ് ഇപ്പോൾ കേരളത്തിലും കാണുന്നത്. പിണറായി എന്തുകൊണ്ട് വേട്ടയാടുന്നില്ല എന്ന് ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഇപ്പോൾ കേന്ദ്ര BJP സർക്കാർ നിറവേറ്റുകയാണോ? ഇന്നലെയാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ട് 40 മിനിറ്റ് ചർച്ച നടത്തിയത്. തൊട്ടു പിന്നാലെ ഇന്ന് പുലർച്ചെ റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തെ തകർക്കാനുള്ള BJP കോൺഗ്രസ് ഡീലാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഡീൽ എന്നാരോപിച്ച് ശ്രീ VD സതീശൻ നടത്തിയ പ്രചാരണം ഈ വേട്ടയ്ക്ക് കളമൊരുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. BJP-യുടെ രാഷ്ട്രീയ വേട്ടയ്ക്ക് കളമൊരുക്കുന്ന കോൺഗ്രസും വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ദിരാഗാന്ധിയുടെ കിരാതമായ അടിയന്തരാവസ്ഥയിൽ അന്ന് MLA ആയിരുന്ന പിണറായിയെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് ജീവച്ഛവമാക്കിയിട്ടുണ്ട്. ആ മർദ്ദനത്തെ അതിജീവിച്ചാണ് അദ്ദേഹം ഉയർന്നു വന്നത്. പിണറായി വിജയൻ എല്ലാ കാലത്തും RSSന്റെ ഒരു ലക്ഷ്യമായിരുന്നു. രാഗിമിനുക്കിയ കത്തി പിണറായി വിജയന്റെ കഴുത്തിനെ ലാക്കാക്കി എത്രയോ കാലം കേരളത്തിൽ RSS കൊണ്ടു നടന്നിട്ടുണ്ട്. പിണറായി വിജയന്റെ തലയ്ക്ക് 2 കോടി രൂപ വിലയിട്ടത് മധ്യപ്രദേശിലെ ഒരു RSS നേതാവാണ്. ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഈ വിധത്തിൽ വേട്ടയാടുകയാണ്. 2016-ൽ LDF അധികാരത്തിൽ വന്ന കാലം മുതൽ ഇഡിയും CBI-യും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെല്ലാം വേട്ട ആരംഭിച്ചതാണ്. സ്വർണ്ണക്കടത്തിന്റെ പേരിലും കിഫ്ബി മസാല ബോണ്ടിന്റെ പേരിലും എല്ലാം നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ കേസുമായി വരുന്നത്. ഇന്ത്യയിലെ ഒട്ടും വിശ്വാസ്യതയില്ലാത്ത അന്വേഷണ ഏജൻസിയാണ് ഇഡി. ആവശ്യമായ സമയത്തെല്ലാം രാഷ്ട്രീയ വേട്ടയ്ക്ക് BJP തുടലഴിച്ചു വിടുന്ന ഇഡിയുടെ കേസുകളിലെ ശിക്ഷാ നിരക്ക് 1% താഴെയാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി തീറ്റിപ്പോറ്റുന്ന ഒരു സംഘമാണ് ഇഡി. സഖാവ് പിണറായി വിജയനും CPM-ഉം എത്രയോ വേട്ടയാടലുകളെ അതിജീവിച്ചവരാണ്. ഇതിനെയും ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായും നിയമപരമായും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ജോൺ ബ്രിട്ടാസും പറയുന്നു, ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് നഗ്നമായ രാഷ്ട്രീയ വേട്ടയാടലാണ്. കോൺഗ്രസും BJP-യും ഒത്തുകളിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി വേണം ഈ റെയ്ഡിനെ കാണാൻ.
രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ കേരളത്തിൽ വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ വേട്ടയാടുന്നില്ല, അദ്ദേഹത്തിനെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒത്തുകളി ദൃശ്യമായിരുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തിഹാറിൽ അടയ്ക്കാൻ കോൺഗ്രസും BJPയും എങ്ങനെയാണോ ഗൂഢാലോചന നടത്തിയത്, അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. തീയിൽ കുരുത്ത് അഗ്നിപഥത്തിലൂടെ മുന്നേറിയ നേതാവാണ് പിണറായി വിജയൻ. ഇതുപോലെ ഒട്ടനവധി വേട്ടയാടലുകൾ കോൺഗ്രസും BJPയും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. കേരളത്തിലെ CPMനെ നയിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കാത്ത കള്ളക്കഥയില്ല. CBI കേസിലൂടെ അദ്ദേഹത്തെ തളർത്താൻ നോക്കി. ഒടുവിൽ കോടതിയിൽ ചവറ്റുകുട്ടയിൽ എറിഞ്ഞ ലാവ്ലിൻ കേസിന്റെ ചരിത്രം കൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ വേട്ടയാടൽ പിണറായി വിജയനെയോ CPMനെയോ തളർത്താനാണെങ്കിൽ അത് കോൺഗ്രസിന്റെയും BJPയുടെയും വ്യാമോഹം മാത്രമാണ്. എല്ലാ ഇച്ഛാശക്തിയോടും കൂടി പിണറായി വിജയനും ഇടതുപക്ഷ പ്രസ്ഥാനവും ഇവിടെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. CMRL രേഖകൾ പുറത്തു വന്നപ്പോൾ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പണമായി കൈപ്പറ്റിയ രണ്ടുപേർ ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിലുണ്ട്. യഥാർത്ഥത്തിൽ കണക്കിൽപ്പെടാത്ത പണം വാങ്ങിയെന്ന് CMRL വ്യക്തമാക്കിയ ഈ രണ്ടുപേർക്കെതിരെ EDയോ ഇൻകം ടാക്സോ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടുണ്ടോ? ഇന്ത്യയിൽ പണമിടപാടുകൾ നടത്തുന്നതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ രേഖാമൂലമായിരിക്കണം. ഇവിടെ 15 ലക്ഷവും 20 ലക്ഷവും വാങ്ങിയവരും കൊടുത്തവരും സമ്മതിക്കുന്നു. എന്നിട്ടും എന്തെങ്കിലും അന്വേഷണം നടന്നു? അതേസമയം നിയമാനുസൃതമായ ഒരു ബിസിനസിന്റെ ഭാഗമായി കൃത്യമായി നികുതി അടച്ച് പണം വാങ്ങിയ ഒരു യുവതിക്കെതിരെയാണ് ഇവിടെ നീക്കങ്ങൾ നടക്കുന്നത്. അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്നാണ് പറയുന്നത്? PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എന്തുകൊണ്ട് ED അന്വേഷണം നടത്തുന്നില്ല? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശൈലജ ടീച്ചർ പറയുന്നു, ED റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതം. ഇത്തരം റെയ്ഡ് കൊണ്ട് CPMനെ ഇല്ലാതാക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെയും BJPയുടെയും ഒത്തുകളി ജനങ്ങൾ മനസ്സിലാക്കും. സഖാവ് പിണറായിക്കും കുടുംബത്തിനുമെതിരെയുള്ള ഗൂഢാലോചനയെ ശക്തമായി അപലപിക്കുക. CPMനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ അണിനിരക്കുക. എന്തോ ശൈലജ ടീച്ചർക്ക് പിണറായി വിജയനോട് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയല്ലേ മാധ്യമങ്ങൾ പറഞ്ഞത്. ഇവിടെ കാണൂ, ശൈലജ ടീച്ചർ പിണറായി വിജയൻ തനിക്ക് ആരാണെന്ന് കാണിച്ചു തരുന്ന കാഴ്ച. PM മുഹമ്മദ് റിയാസ് ഇങ്ങനെ പറയുന്നു, വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷെ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ റഫീഖ്, നമ്മുടെ വയനാട്ടിലെ ജില്ലാ സെക്രട്ടറി, പറയുകയാണ്, ചിത്രം വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇപ്പോൾ ED ചെയ്തു കൊടുത്തു. എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല? അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവും വീടുമൊക്കെ ഇല്ലാതാക്കുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ ആവേശത്തോടെ ചോദിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ തമ്പടിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി ചർച്ച നടത്തി ഒടുവിൽ പ്രധാനമന്ത്രിയെ കണ്ട് VD സതീശൻ മടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ED റെയ്ഡ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയും RSSന്റെ മാനസപുത്രൻ V മുരളീധരനെയും നിയമസഭയിൽ എത്തിച്ചു കൊടുത്തതിന് പകരം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആവശ്യപ്പെട്ട ഡീലാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടപ്പിലാക്കിയിരിക്കുന്നത്. സഖാവ് പിണറായി വിജയനെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെ വേട്ടയാടാനുള്ള നീക്കം കേരളം തിരിച്ചറിയും, പ്രതിരോധിക്കും. CPMനെയും അതിന്റെ നേതാക്കളെയും ദുർബലപ്പെടുത്തിയാൽ മാത്രമേ BJP ആകാൻ കുപ്പായം തുന്നിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ഉപയോഗിച്ച് കേരളം പിടിക്കാൻ കഴിയൂ എന്ന് BJPക്ക് അറിയാം. അതിന്റെ ഭാഗമാണ് രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യത്തിന് അനുസരിച്ച് ഇപ്പോൾ ED നടത്തുന്ന റെയ്ഡ്. പാർട്ടി രാഷ്ട്രീയമായും നിയമപരമായും ഈ നീക്കത്തെ നേരിടും. പാഴ്മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാനാവില്ലെന്ന് മോദിയും സതീശനും മറക്കാതിരിക്കുക. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമെന്നാണ് കരുതുന്നതെങ്കിൽ CPMും സഖാവ് പിണറായി വിജയനും കടന്നു വന്ന പോരാട്ട വഴികളെ കുറിച്ച് നിങ്ങൾക്കൊന്നും ഒരു ചുക്കും അറിയില്ല എന്ന് തന്നെയാണ്. വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ ഈ പാർട്ടി ഒരു തീപ്പന്തമായി മാറും എന്നാണ് റഫീഖ് പറയുന്നത്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എത്രത്തോളം കരുത്തനാണെന്നും എത്രത്തോളം നിലപാടിന്റെ രാജകുമാരനാണെന്നും ഒക്കെ ഈ സംഭവം കാണിച്ചു തരികയാണ്. VD സതീശൻ മാളത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അന്തം കുങ്ങികൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ആരാണ് യഥാർത്ഥ ഡീലുകളുടെ രാജാക്കന്മാരെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും പിണറായി വിജയനെ വേട്ടയാടാൻ വേണ്ടി ED ഇറക്കി അവസാനം പണി മേടിച്ചു കൂട്ടിയത് അത് UDFും BJPയുമാണെന്ന് പറയാതെ വയ്യ. പിണറായി വിജയനെ ഇത്തരത്തിൽ പൂട്ടാൻ വേണ്ടി നാണം കെട്ട രാഷ്ട്രീയ കളി ഇവിടെ അധികാരത്തിൽ വന്ന UDF സർക്കാർ കാണിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾ നിങ്ങളെ ഓർത്ത് അപലപിക്കുന്നു എന്ന് പറയാതെ വയ്യ. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ എന്താണ് കാണുന്നത്? അതായത് അധികാരം കിട്ടിയതിന്റെ പേരിൽ അധികാര കുങ്കുമൂത്ത് ഇവിടെ അഴിഞ്ഞാടുകയല്ലേ. പാലിയത്തുകാവിലൊക്കെ അവിടെ സമരം ചെയ്ത ആളുകളെ UDFന്റെ പോലീസ് അടിച്ചമർത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ലേ. അങ്ങനെ പല രീതിയിലുള്ള കാഴ്ചകൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. 5 വർഷം ഇവർ നമ്മുടെ കേരളത്തെയും നമ്മുടെ കേരളത്തിലെ മനുഷ്യരെയും ഏത് രീതിയിൽ ഉപദ്രവിക്കുമെന്നൊക്കെ കണ്ടറിയാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.